കുട്ടീസ്, ലൈൻസ് ആൻഡ് ആംഗിൾസിൽ നിന്ന് നമ്മൾ ആനുവൽ എക്സാമിന് എത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഈ പിക്ചറുമായിട്ട് സംബന്ധിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആംഗിൾ QOR കണ്ടെത്താനാണ് പറഞ്ഞത്. സോ ആംഗിൾ QOR നമുക്കൊന്ന് നോക്കാം. QOR ആണ് നമ്മളോട് ചോദിച്ചത്. സോ അത് നമുക്കറിയാം, POR എന്ന് പറഞ്ഞാൽ 140 ഡിഗ്രി ആണ്, 140 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്ന് 140 മൈനസ് ചെയ്യുക. 180 മൈനസ് 140 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും? യെസ്, 40 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. 40 ഡിഗ്രി ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ അല്ലേടാ? 40 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ചിത്രത്തിൽ നിന്ന് ഒരു രേഖീയ ജോഡി കണ്ടെത്തുക. രേഖീയ ജോഡിയാണ് നമ്മൾ ഇപ്പോൾ എഴുതിയതും. എന്നാലും മറ്റൊരു രേഖീയ ജോഡി കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാ? ഞാൻ വേറൊരെണ്ണം പറയാം. SOTക്ക് നേരെ ലീനിയർ പെയർ ആണ് ROT എന്ന് പറയുന്ന ആംഗിൾ. സോ ആംഗിൾ SOTയും അതുപോലെ ROTയും ഇവിടെ ലീനിയർ പെയർ ആണ്. ദെൻ അടുത്ത സീക്വൻസിലേക്ക് നമുക്ക് പോകാം. സീക്വൻഷൻ എന്താ? ആംഗിൾ ROT 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ TOS എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ROT ഇത് മൊത്തത്തിൽ നമുക്ക് എത്രയാണെന്ന് തരുന്നുണ്ട്? 90 ഡിഗ്രി. സോ ഇത് ടോട്ടൽ ആയിട്ട് 90 ഡിഗ്രി ആണെങ്കിൽ അടുത്ത ആംഗിൾ ആയിട്ടുള്ള TOS എത്രയായിരിക്കും? 90 ഡിഗ്രി തന്നെയായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ 180യിൽ നിന്ന് നിങ്ങൾക്ക് 90 മൈനസ് ചെയ്താൽ, സോ ഈ 90 ഇപ്പുറത്ത് 90 ആയാലും മാത്രമേ നമ്മളെ ലീനിയർ പെയർ നിങ്ങൾക്ക് 180 കിട്ടൂ. സോ 180 മൈനസ് 90 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. സോ ആംഗിൾ ഇവിടെ എത്ര കിട്ടും? TOS 90 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ സിമ്പിൾ ആണ്. അതുപോലെ നിങ്ങൾ ഡി ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞ് ആംഗിൾ POR ആൻഡ് ആംഗിൾ POS എന്നിവയ്ക്ക് തുല്യമായ കോണുകൾ കണ്ടെത്താനാണ് പറയുന്നത്. ആംഗിൾ POR ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? അതുപോലെ ആംഗിൾ POS ഇവിടെ ഉണ്ട്. ആംഗിൾ POSന് ഈക്വൽ ആയിട്ടുള്ള അടുത്ത ആംഗിൾ ആരാണെന്നുള്ളത് ഈ ഒരു പിക്ചർ നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ കമന്റ് ബോക്സിൽ ആൻസർ ആയിട്ട് പറയാം.